അപൂർവതകൾ ഏറെയുള്ള ഇന്ത്യൻ ഭൂപ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. രാജ്യത്തിന്റെ മെയിൻ ലാൻഡിൽ നിന്നും ഏകദേശം 1500 കിലോമീറ്ററുകൾ അകലത്തിൽ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നു. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിൽ നിന്നും വേറിട്ട് ഉൾക്കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പ്രദേശം. ഈ പ്രത്യേകതകൾ കാരണം രാജ്യത്തിന്റെ നയതന്ത്ര തുറുപ്പ് ചീട്ടായി തലയുയർത്തി നിൽക്കുന്നു എന്നതും പ്രത്യേകതയാണ്. ഈ മരതക ദ്വീപിന്റെ സൗന്ദര്യം പ്രാചീന കാലം മുതൽ തന്നെ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിച്ചിരുന്നു. പ്രാചീന യാത്രികരായ ടോളിമിയുടെയും മാർക്കപ്പോളോയുടെയും യാത്രാ വിവരണങ്ങളിൽ ആൻഡമാൻ ദ്വീപുകളെപ്പറ്റി പരാമർശമുണ്ട്. 60,000 വർഷങ്ങളായിട്ടും പുറം ലോകവുമായി നിർബന്ധപൂർവമായ അകലം പാലിക്കുന്ന ജാരുവ ഗോത്രവംശം അധിവസിക്കുന്ന സ്ഥലമെന്ന പേരിലാണ് പലപ്പോഴും ആൻഡമാൻ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ളത്. എന്നാൽ പുറം ലോകത്തിന് അധികമൊന്നും അറിയാത്ത നിരവധി സവിശേഷതകളും അത്ഭുത കാഴ്ചകളും കൊണ്ട് സമൃദ്ധമാണ് ഈ ദ്വീപ്. ആൻഡമാനിസോ നിക്കോബാറിസോ അല്ല ഇവിടുത്തെ സംസാര ഭാഷ. ബംഗാളി ഭാഷ കഴിഞ്ഞാൽ ഹിന്ദിയും തമിഴും തെലുങ്കും മലയാളവുമെല്ലാം പ്രധാന ഭാഷകളായി വരും. ദക്ഷിണേന്ത്യക്കാർ, തെക്കുകിഴക്കൻ ഏഷ്യൻ കുടിയേറ്റക്കാർ, നീഗ്രോയിഡുകൾ എന്നിവരാണ് ഇവിടുത്തെ താമസക്കാർ. ഈ വംശവൈവിധ്യത്തിന്റെ കാരണങ്ങൾ നരവംശ ശാസ്ത്രജ്ഞരെയും അത്ഭുതപ്പെടുത്തുന്നു. ആൻഡമാനിലും നിക്കോബാറിലുമായി 572 ദ്വീപുകളുണ്ട്. മനുഷ്യവാസമുള്ളത് 37 ദ്വീപുകൾ മാത്രം. വെളുത്ത മണൽ നിറഞ്ഞ കടൽ തീരങ്ങളുടെ സൗന്ദര്യം മാത്രമല്ല ആൻഡമാൻ നിക്കോബാറിനുള്ളത്. ലാവയും ചെളിയും തുപ്പുന്ന അഗ്നിപർവ്വതങ്ങളും ഇവിടെ കാണാനാവും. ഏഷ്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ആൻഡമാനിലെ ബാരൻ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു. ചെളി അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്ന ഏക ഇന്ത്യൻ പ്രദേശവും ആൻഡമാനാണ്. ലാവയ്ക്ക് പകരം കുമിളകളായി ചെളി പുറത്തേക്ക് ഒഴുകുന്നത് അപൂർവ കാഴ്ചയാണ്. വെള്ളവും വാതകങ്ങളും ചേരുമ്പോഴുണ്ടാകുന്ന രാസപ്രവർത്തനത്തിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ദ്വീപിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കോക്കനട്ട് ക്രാബുകൾ. റോബർ ക്രാബെന്നും ഇവ അറിയപ്പെടുന്നു. കരയിൽ ജീവിക്കുന്ന ഞണ്ടുകൾ രാത്രികാലങ്ങളിൽ തെങ്ങുകൾ ലക്ഷ്യമാക്കി ഇറങ്ങും. ഇളം കരിക്കിൽ തുളയിട്ട് കാമ്പ് ഞണ്ടുകൾ ഭക്ഷണമാക്കും. സൗത്ത് ഏഷ്യയിൽ കൂടുതലായി റോബർ ക്രാബുകളെ കാണുന്നതും ആൻഡമാൻ ദ്വീപുകളിലാണ്. ദിഗ്ലിപൂരിലെ ആൽഫ്രഡ് കേവ്സ് എന്നറിയപ്പെടുന്ന ഇടുങ്ങിയ ചുണ്ണാമ്പ് ഗുഹകളാണ് ആൻഡമാനിലെ ഒരു പ്രധാന കാഴ്ച. രാസപ്രവർത്തനം കാരണം മൺസൂൺ കാലത്ത് ഗുഹകളുടെ രൂപം മാറും. കൊഴുത്ത ഉമിനീരുപയോഗിച്ചാണ് സ്വിഫ്റ്റ്ലെറ്റ് പക്ഷികൾ ഗുഹകളുടെ ചുവരുകളിൽ കൂടൊരുക്കുന്നത്. ചൈന, ഹോങ്കോങ് തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ പക്ഷിക്കൂടുകൾ ഭക്ഷണമായി ഉപയോഗിച്ചു വരുന്നു. ശത്രുക്കൾക്ക് പെട്ടെന്ന് ചെന്നെത്താനാകാത്ത ഉയരത്തിലാണ് പക്ഷി കൂടൊരുക്കുക. ആരോഗ്യവും സൗന്ദര്യവും അസുഖങ്ങളിൽ നിന്ന് മുക്തിയും ഇതിനെല്ലാം സ്വിഫ്റ്റ്ലെറ്റ് പക്ഷികളുടെ കൂടുകൊണ്ടുണ്ടാക്കുന്ന സൂപ്പ് ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആൻഡമാനിൽ വാണിജ്യപരമായ മത്സ്യബന്ധനം നിരോധിച്ചിട്ട് 40 വർഷത്തിലേറെയാകുന്നു. ജീവിതം പൂർത്തിയാക്കി മീനുകൾ ചാവുന്ന അപൂർവ മേഖലയിൽ ഒന്നാണ് ഇതെന്നും പറയാനാവും. ഇവിടുത്തെ കടൽ മേഖലയിൽ സമുദ്രജീവികൾ യഥേഷ്ടം നിറഞ്ഞു നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കടലാമകളാണ് ലെതർ ബാക്ക്. ഈ അപൂർവ ഇനം കടലാമകൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ എല്ലാ വർഷവും മുട്ടയിടാനെത്തും. വളർച്ചയെത്തിയ ലെതർ ബാക്കിന് 250 മുതൽ 700 വരെയാണ് ശരീരഭാരം. പ്രതിവർഷം 1000-ലധികം ലെതർ ബാക്ക് ആമകളാണ് ദ്വീപിലെത്തുന്നത്. 20 രൂപ നോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ ആൻഡമാൻ ദ്വീപിന്റെ സാന്നിധ്യം കാണാനാവും. നോട്ടുകളിലെ പ്രകൃതി ദൃശ്യം ആൻഡമാനിലെ നോർത്ത് ബേ ഐലൻഡാണ്. 21-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ സൂര്യോദയം അടയാളപ്പെടുത്തിയത് ആൻഡമാനിലെ കട്ചാൽ ദ്വീപിലായിരുന്നു. ഗ്രീൻവിച്ച് റോയൽ ലബോറട്ടറി പ്രഖ്യാപനം നടത്തിയതോടെ കട്ചാൽ പ്രശസ്തമായി. രാജ്യത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഇന്ദിര പോയിന്റ് ആൻഡമാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. തന്ത്രപ്രധാനമായ മുനമ്പിന്റെ വലിയൊരു ഭാഗം 2004-ലുണ്ടായ സുനാമിയിൽ നാശം സംഭവിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിയിൽ ഇന്ദിര പോയിന്റിന്റെ ലൈറ്റ് ഹൗസും മറ്റും കടലെടുത്തു. 4.25 മീറ്ററാണ് കടൽ കയറിയത്. സുനാമിക്ക് മുൻപ് ഇന്തോനേഷ്യ തീരത്തേക്ക് ഇവിടെ നിന്നും 120 കിലോമീറ്റർ ആയിരുന്നു ദൂരം. ലോകത്തിലെ ഏറ്റവും നിർണായകമായ നാവിക മേഖലയും വാണിജ്യ പ്രദേശവും കൂടിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം എന്നത് രാജ്യത്തിന് വലിയ നേട്ടമാകുന്നു. പോർട്ട് ബ്ലെയറിലുള്ള ആൻഡമാൻ നിക്കോബാർ കമാൻഡ് രാജ്യത്തെ ഏക ജോയിന്റ് ട്രൈ സർവീസ് കമാൻഡാണ്. 3 സൈനിക വിഭാഗത്തിന്റെയും പങ്കാളിത്തം ഇതിലൂടെ സാധ്യമാക്കുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയിലെയും മലാക്ക കടലിടുക്കിലെയും തന്ത്രപരമായ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി 2001-ൽ ട്രൈ സർവീസ് കമാൻഡ് നിലവിൽ വന്നു. നിയമവിരുദ്ധ കുടിയേറ്റം, കള്ളക്കടത്ത്, വേട്ടയാടൽ എന്നിവ തടയുക എന്നതും ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സാന്നിധ്യം
ആശങ്ക ആകുമ്പോൾ അതെല്ലാം കണ്ടെത്താനും പരിഹാരം തേടാനും ഈ ട്രൈ സർവീസ് കമാൻഡ് സഹായകമാകുന്നു. തെക്കൻ ഏഷ്യയെ തെക്ക് കിഴക്ക് ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപരമായ പ്രദേശം എന്നതിനാൽ ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയപരമായും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വലിയ പ്രാധാന്യം വഹിക്കുന്നു. ഇന്ത്യയെ ഇൻഡോ പസഫിക്കുമായി ബന്ധിപ്പിക്കാനുള്ള പ്രധാന മാർഗം കൂടിയാണ് ഇവിടം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് രാജ്യത്തിന്റെ പ്രധാന പ്രദേശങ്ങൾ എത്തുന്നതിനേക്കാൾ എളുപ്പമാണ് മ്യാൻമാറിലേക്കും തായ്ലൻഡിലേക്കും ഇവിടെ നിന്നും എത്തിച്ചേരാൻ. സ്വാതന്ത്ര്യ സമര പോരാളികളെ പുറം ലോകത്തു നിന്നും അതിക്രൂരമായി ഒറ്റപ്പെടുത്താനായി ബ്രിട്ടീഷുകാർ പണിത സെല്ലുലാർ ജയിൽ ആൻഡമാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഓർമ്മിപ്പിക്കുന്നു. രക്തമുറയുന്ന ക്രൂരതകൾക്ക് സാക്ഷിയായ സെല്ലുലാർ ജയിലിന്റെ ചരിത്രം സ്വാതന്ത്ര്യത്തിന്റെ വില എത്രത്തോളമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക തന്നെ ചെയ്യും. ബ്രിട്ടീഷുകാർക്ക് മുൻപ് നിക്കോബാറിൽ ആധിപത്യം സ്ഥാപിച്ചത് ഡെൻമാർക്കുകാരായിരുന്നു. അവർ ന്യൂ ഡെൻമാർക്ക് എന്ന ദ്വീപിന് പേരിടുകയും പിന്നീട് 1756 ഫ്രെഡറിക് ഐലൻഡ് എന്ന് പരിഷ്കരിക്കുകയും ചെയ്തു. നിക്കോബാർ ദ്വീപിന്റെ അവകാശം 1868 ഡെൻമാർക്ക് ബ്രിട്ടന് വിൽപ്പനയിലൂടെ കൈമാറിയത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനായ ഏക പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളായിരുന്നു. യൂറോപ്യരല്ലാതെ ഇന്ത്യയിൽ അധിനിവേശം നടത്തിയ ഏക വിദേശ ശക്തിയും ജപ്പാനാണ്. 3 വർഷം ആൻഡമാൻ ജപ്പാൻ അധിനിവേശത്തിലായിരുന്നു. കോളനി വാഴ്ചയുടെയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും സ്മാരകങ്ങൾ ദ്വീപ് സമൂഹത്തിൽ കാണാനാവും.